ശുഭം എന്നെഴുതി അവസാനിപ്പിക്കുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിൽ അശുഭമായി അവസാനിക്കുന്ന ചിത്രങ്ങൾ ചെയ്ത് വിജയം നേടിയ നടനും നായകനുമാണ് മോഹൻലാൽ. ശക്തമായ കഥകൾ തിരഞ്ഞെടുത്തതും തേടിയെത്തിയതും മോഹൻലാൽ എന്ന നടനെ സ്ഫുടം ചെയ്തെടുക്കുകയായിരുന്നു. അതിശക്തമായ കഥാപാത്രങ്ങളുടെ തുടർച്ചയായ വരവായിരുന്നു ഒരു കാലത്തെ മോഹൻലാൽ സിനിമയുടെ പ്രത്യേകത. കാമുകനും കാമുകിയും പ്രശ്നങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ജീവിതത്തിലേക്ക് കടക്കുന്ന പതിവ് റൊമാൻറ്റിക് ചിത്രങ്ങൾക്ക് വിപരീതമായിരുന്നു പല മോഹൻലാൽ സിനിമകളും. 1970കൾക്കും 2000-നും ഇടയിൽ കേരളത്തിൻ്റെ കുടുംബ ബന്ധങ്ങളിലെ ചെറുപ്പക്കാരുടെ ജീവിതത്തിലും കെട്ടിപ്പടുത്ത കഥയായിരുന്നു അവയിൽ പലതും. അതിൻ്റെ കനലും തീയും ഉരുക്കിയ ആലയിലാണ് മോഹൻലാൽ എന്ന നടൻ സ്വയം കാച്ചിയെടുത്തത്. തല്ലിപ്പഴിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തത്ര സ്വാഭാവിക അഭിനയത്തിൻ്റെ ഉറവയായിരുന്നു ലാൽ നടനങ്ങൾ. അക്കൂട്ടത്തിൽ വ്യത്യസ്ത ചിത്രങ്ങൾ കൂടി തേടിയെത്തിയതോടെ മോഹൻലാൽ അഴിഞ്ഞാടി. നായകനും നായികയും ഒന്നിക്കാത്ത പ്രണയ ചിത്രങ്ങൾ, നായകൻ്റെ ജീവിതം ദുരന്തമാകുന്ന ചിത്രങ്ങൾ, നായകൻ തന്നെ മരിച്ചു പോകുന്ന സിനിമകൾ. മോഹൻലാലിൻ്റെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഉൾപ്പെടുന്ന സിനിമകൾ പലതും അത്തരം ചിത്രങ്ങളാണ്. ചിത്രവും വന്ദനവും കിരീടവും സീസണും നിർണയവും സതയവും താളവട്ടവും അഭിമന്യുവും തന്മാത്രയും തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ അശുഭ പര്യവസായി അവസാനിച്ചപ്പോൾ സുഗമോദേവി, തൂവാനത്തുമ്പികൾ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ദശരഥം, അമൃതം ഗമയ, പവിത്രം, ദേശാടന കിളികൾ കരയാറില്ല തുടങ്ങിയ വ്യത്യസ്ത പ്രമേയത്തിലും കഥയിലും എത്തിയ ചിത്രങ്ങളിലും മോഹൻലാൽ നായകനായി. വിൻസെന്റ് ഗോമസ് എന്ന പവർഫുൾ ഗ്യാങ്സ്റ്ററിൻ്റെ റോൾ ചെയ്ത വർഷം തന്നെയാണ് രണ്ടാനച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്ന നായികയുടെ കാമുകനായി എത്തി പ്രണയത്തിൻ്റെ പുതിയ ഗീതം രചിക്കുന്ന സോളമനായും മോഹൻലാൽ വേഷമിട്ടത്. അമൃതം ഗമയ ചെയ്ത വർഷത്തിൽ തന്നെ 20-ാം നൂറ്റാണ്ടും നാടോടിക്കാറ്റും. മലയാള സിനിമയിലെ താരങ്ങളൊക്കെ ഇമേജ് നോക്കി അഭിനയിക്കാതെ മാറി നിന്ന കഥകൾ പലതും ലാലിനെ തേടിയെത്തി. പിന്നീട് ലാലിനായി മാത്രം അത്തരം കഥകൾ എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ വിജയിപ്പിച്ച നടൻ എന്ന ഖ്യാതി മോഹൻലാലിന് വെറുതെ ലഭിച്ചതല്ല. 1985 മുതൽ ഇങ്ങോട്ടുള്ള വർഷങ്ങളിലെ മോഹൻലാൽ സിനിമകൾ പരിശോധിച്ചാൽ മാത്രം ഇക്കാര്യം മനസ്സിലാവും. മോഹൻലാലിൻ്റെ നായകനെ അന്വേഷിച്ചു പോകുന്നവർ നഷ്ടപ്പെടുത്തിയത് ഈ അഭിനയ സാഹചര്യങ്ങളായിരുന്നു. ദശരഥത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങിന് ശേഷം നടി സുകുമാരി കണ്ണുകൾ നിറഞ്ഞിരുന്നതുൾപ്പെടെ സഹപ്രവർത്തകരുടെ എത്രയെത്ര അനുഭവങ്ങൾ. പ്രായമാകുമ്പോൾ അഭിനയം വീഞ്ഞുപോലാകുമെന്നാണ് പൊതുവിൽ പറയുക. എന്നാൽ മോഹൻലാലിനെ സംബന്ധിച്ച് അയാളുടെ 20കളിലും 30കളിലും ചെയ്തു തീർത്ത കഥാപാത്രങ്ങളുടെ വ്യത്യസ്തതയും എണ്ണവും ഇനിയൊരാൾക്കും സമീപകാലത്തൊന്നും തിരുത്താൻ കഴിയില്ല. 18-ാം വയസ്സിലെ തൻ്റെ ആദ്യ ചിത്രം റിലീസ് ചെയ്യാൻ കഴിയാതെ പോയ ഒരു നടൻ്റെ കരിയർ എന്താകുമെന്ന് ഊഹിക്കാൻ മലയാള സിനിമയ്ക്ക് കഴിയുമായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു നെപ്പോട്ടിസത്തിൻ്റെയും പിൻബലമില്ലാതെ മോഹൻലാൽ എന്ന നടൻ ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് എത്തിയത്. നെഗറ്റീവ് കഥാപാത്രമായി തുടക്കം കുറിച്ചതുകൊണ്ടാകാം ഒരുപക്ഷെ വില്ലൻ സ്വഭാവമുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള പ്രേക്ഷകരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ആഴത്തിൽ തറയ്ക്കുന്ന കഥാപാത്രങ്ങൾ മോഹൻലാലിൽ ഭദ്രമായിരുന്നു. താൻ എഴുതിയ കഥകൾ സിനിമകളാക്കിയതിൽ തൻ്റെ കഥാപാത്രത്തോളം തന്നെ പ്രകടനം നടത്തിയ നടനാണ് മോഹൻലാൽ എന്ന് മലയാളത്തിൻ്റെ MT പറയുന്നുണ്ട്. സിനിമകളുടെ പ്രമേയങ്ങൾ ദുരന്തങ്ങളും വേദനിപ്പിക്കുന്നതുമായിരുന്നെങ്കിലും മിക്കവയും തിയേറ്ററുകളിൽ നിറഞ്ഞ പ്രേക്ഷകർക്ക് മുന്നിൽ ആഴ്ചകളോളം ഓടിക്കളിച്ചു. 64 വർഷങ്ങളിൽ 4 പതിറ്റാണ്ടിലധികവും സിനിമയ്ക്കായി ജീവിച്ച അഭിനേതാവിന്, മലയാളത്തിൻ്റെ മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കമൽഹാസൻ പറഞ്ഞ വാക്കുകളാണ് ലാലിലെ നടനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കും പറയാനുള്ളത്. നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ 500 ചിത്രങ്ങളെന്ന റെക്കോർഡ് തിരുത്തി എഴുതാൻ മോഹൻലാലിന് കഴിയട്ടെ. ഹൃദയഹാരികളായ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് വിസ്മയത്തിൻ്റെ പുതിയ കാഴ്ചകൾ മലയാള സിനിമയിൽ നിറയട്ടെ.